പൊറോട്ട അടി നിങ്ങൾ തന്നെയാണോ? അല്ല, ഗ്രൂപ്പ് ഒരാള് തിരക്കൊണ്ട് അത് ശരിയാ. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ ഉള്ളത് പോക്കാട്ട് ജംഗ്ഷനിലാണ്. പോക്കാട്ട് ജംഗ്ഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ആൾക്കാർക്ക് അറിയത്തില്ല. കരുനാഗപ്പള്ളി ലാലാജിക്ക് പടിഞ്ഞാറ്. നമ്മൾ എപ്പോഴും നമ്മൾ അഴീക്കിലേക്കൊക്കെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് ഇടത് സൈഡിലായിട്ട് കാണാൻ പറ്റും വളരെ പ്രശസ്തമായ ഒരു എല്ലുകറി. അത് ഒരുപാട് ആളുകൾ പറഞ്ഞറിഞ്ഞിട്ടുണ്ട്. നമ്മളതൊന്ന് രുചിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ രുചിക്കൂട്ടും എന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. പേര് തന്നെ വളരെ പ്രശസ്തമായ പേരാണ്, സ്പാനിഷ് മസാല. അതായത് നമ്മൾ കണ്ടല്ലോ ഒരു സിനിമയിൽ കണ്ടറിഞ്ഞ ഒരു പേരാണ്. എന്തായാലും ആ രുചി അങ്ങനെ ആയിരിക്കട്ടെ, അങ്ങനെ ആവണം. അതറിയാൻ വേണ്ടിയിട്ടാണ് ഒരു ഭയങ്കര ക്വാണ്ടിറ്റിയിലൊക്കെ ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആളുകളുണ്ട്. ശരിക്കും പറഞ്ഞാൽ ചായ വാങ്ങിച്ച് കുടിക്കാൻ തന്നെ നല്ല ആളുണ്ട് ഇവിടെ. വഴിയെ അതിൻ്റെ വിശേഷങ്ങൾ ഞങ്ങൾ പറയാം. നല്ല പൊറോട്ട തന്നെ കാണുമ്പോൾ തന്നെ കഴിക്കാൻ നല്ല ഇമ്പമാണെന്ന് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റുന്നുണ്ട് കേട്ടോ. എന്തായാലും കഴിച്ചിട്ട്, ഞാൻ മാത്രമല്ല എൻ്റെ സുഹൃത്തുണ്ട്, ഞങ്ങൾ രണ്ടുകൂടെ കഴിച്ചിട്ട് കൃത്യമായിട്ട് പറയും എന്താണ് സംഭവം, എല്ലുകറിയാണോ അതോ വേറെന്തെങ്കിലും ആണോ എന്നുള്ളത്. ഓക്കെ, നമ്മളുണ്ടല്ലോ, നമ്മൾ ഈ പൊറോട്ട കഴിക്കരുത് എന്നൊക്കെ ഭയങ്കരമായിട്ട് നമ്മൾ വീഡിയോ കാണുകയും അതിനെതിരെ വലിയ പ്രചരണം നടക്കുകയൊക്കെ ചെയ്യും. പക്ഷേ എങ്ങനെ കഴിക്കാതിരിക്കും സുഹൃത്തെ? പൊറോട്ട അല്ലേ നമ്മുടെ മാതൃ ഭക്ഷണം. അതായത് 2 പൊറോട്ടയും ഒരിത്തിരി കറിയും കഴിക്കാതെ ആരെങ്കിലും ഇന്ന് ഇവിടെ കേരളത്തിൽ ജീവിക്കുന്നുണ്ട്? പൊറോട്ട ഒരു ദേശീയ ഭക്ഷണമായിട്ട് തന്നെ പ്രഖ്യാപിക്കണം. ഇപ്പം മെഷീനൊക്കെ വന്നിട്ടുണ്ട് പൊറോട്ടയ്ക്ക്. എന്താ വിഷയം? ഇത്രയും വർഷങ്ങളായിട്ട് ആൾക്കാർ കഴിക്കുന്നതോ? വർഷങ്ങളായിട്ട് ആൾക്കാർ കഴിച്ചുകൊണ്ടിരിക്കുമല്ലോ. ഇത് കഴിച്ചിട്ട് സത്യസന്ധമായിട്ട് കാര്യം പറയണം. അതല്ലോ, നിന്റെ നാട്ടുകാരാന്ന് പറഞ്ഞ് പൊക്കി പറയരുത്. ഇതൊക്കെ ഒരു ഫാമിലി വന്നിരുന്നാലും 2 കറി വാങ്ങിച്ചാൽ മതിയാവും. അത് കഴിച്ചു കഴിയുമ്പോൾ പിന്നെയും മേടിക്കുമല്ലേ? മേടിച്ചോളും. അപ്പോൾ ഇതാണ് നമ്മൾ ഓർഡർ ചെയ്ത എല്ലുകറി. ഈ എല്ലുകറിയുടെ വിശേഷങ്ങളാണ് നിങ്ങൾക്ക് മുന്നിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. ഇത് നമ്മുടെ അല്ലല്ല കൂടുതൽ എല്ലുകറി നീ കഴിക്കേണ്ടത്. ആര് പാചകം ചെയ്താലും നിലനിന്ന് ദൈവാനുഗ്രഹങ്ങൾ ഉണ്ടായാൽ മതി. ഒരുപാട് ആൾക്കാർക്ക് നല്ല ഫുഡ് കൊടുത്താൽ മതി. എന്റെ സുഹൃത്ത്, എന്റെ കൂട്ടുകാരൻ ഇവിടെ കരുനാഗപ്പള്ളി കോഴിക്കോടുകാരനാണ്. അപ്പൊ ഇയാള് പറഞ്ഞാണ് ഈ എല്ലുകറിയുടെ വിശേഷം. ഭയങ്കര ടേസ്റ്റാണ്, ഭയങ്കര ആളാണ്. 9 മണിക്ക് മുന്നേ പോയാലേ കിട്ടത്തുള്ളൂ. ആണോ? ശരിയാണ്. തീരും 8 മണി 9 മണി രാത്രിയാകുമ്പോൾ തീരും. പക്ഷേ ഇപ്പം നല്ല ചൂടുണ്ട് കേട്ടോ. എല്ലുകറി എന്ന് പറഞ്ഞിട്ട് കഷ്ണങ്ങളൊക്കെ ഉണ്ടല്ലോ ഇന്നത്തെ. ഇറച്ചി സഹിതം വെട്ടുവാ. ഒന്നും പറയാനില്ല ഏട്ടാ, നല്ല പൂ പോലെ നല്ല അതുണ്ടോ സംഭവം കണ്ടോ കേട്ടോ. വെന്ത് ഉടഞ്ഞ ഈ എല്ലുമായിട്ടിരുന്നിട്ടേ എല്ലിന്നൊക്കെ വിട്ടു സാധനം. എല്ലിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. റിയാസിനൊന്ന് കാണിച്ചു കൊടുത്തേ. കണ്ടോ, ഇത് മസ്റ്റ് ട്രൈ ആണ് കേട്ടോ. ഒരു പ്രാവശ്യമെങ്കിലും വന്ന് കഴിച്ചാൽ. ഞാൻ കഴിച്ചിട്ടുണ്ട് നിന്റെ കമ്പനി ഫസ്റ്റ് ടൈം അല്ലേ? ഞാൻ ഫസ്റ്റ് ടൈം അവിടെ എല്ലുകറി കഴിച്ചിട്ടുണ്ട്, പക്ഷെ ഇവിടുന്ന് ഫസ്റ്റ് ടൈം. ആ മല്ലിയുടെ രുചിയൊക്കെ മേളിൽ നിൽക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ ഇടത്ത് കഴിക്കാൻ പറ്റുന്നില്ല, ചൂടുണ്ട്. ചൂട് കാരണം പെട്ടെന്ന് നമുക്ക് കഴിച്ചിട്ട് റിവ്യൂ പറയാൻ പറ്റാത്തൊരവസ്ഥ. അത് ആൾക്കാർക്ക് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അതിൻ്റെ ആ ഒരു തിക്നെസ് ഉണ്ടല്ലോ, ആ ഒരു കൊഴുപ്പ് കട്ടി കാണുമ്പോൾ തന്നെ മനസ്സിലാവും. എല്ലാ ചേരുവകളും ഉണ്ട്. ഷാനോടെ കഴിച്ചോളാം. അതൊക്കെ അവിടെ നിൽക്കും. ആദ്യം ഫസ്റ്റ് കഴിക്കണം, പിന്നെ വീഡിയോ എടുത്താൽ മതി. ഈ വീഡിയോയ്ക്കകത്ത് നമ്മൾ പറഞ്ഞതുപോലെ എല്ലുകറി കഴിച്ചിട്ട് മൊത്തം അത് കണ്ടോ, കംപ്ലീറ്റ് എല്ലിനകത്ത് നല്ല മാംസമായിരുന്നു. റിയാസിന്റെ പ്ലേസ് കാണിച്ചേ. റിയാസ് കംപ്ലീറ്റ് അത് മത്സരമായിട്ട് അവൻ കണ്ടതാട്ടോ. റിയാസ് മത്സരമാക്കി എടുത്തതാ. അടിപൊളിയായിട്ടുണ്ട്, കിടിലമായിട്ടുണ്ട്. വെറുതെ പറയുന്നല്ലോ, എല്ലാവർക്കും വന്ന് ടേസ്റ്റ് ചെയ്യാതെ എപ്പോഴെപ്പോഴും പറഞ്ഞു പലതാക്കട്ടെ. ഞാൻ ഇവരെ വിളിച്ചോണ്ട് വരുമ്പോ ഇവൻ പറഞ്ഞൊരു കാര്യമുണ്ട്, എന്താ അറിയോ, അല്ലെങ്കിൽ നല്ലതാണെങ്കിൽ മാത്രമേ ഇത് ടെലികാസ്റ്റ് ചെയ്യാൻ. ഞാൻ മതി, ഇത് ടെലികാസ്റ്റ് ചെയ്യാം. ഓക്കെ അല്ലേ? അടിപൊളിയാ. 7 മണിക്ക് എന്താ സംഭവം? ഇവിടുത്തെ ആഹാരം കഴിക്കാനായിട്ട് 7 മണി വരെ ഇവിടെ ക്യൂവാ. 7 മണി വരെ ക്യൂവാ. 7 മണി മുതൽ 9:30 വരെ ക്യൂവാ. അത് കഴിഞ്ഞാലും 10 മണിക്കും കട അടയ്ക്കാനൊക്കത്തില്ല. ആൾക്കാർ നിൽക്കുക. അതാണ് നിങ്ങളുടെ നാട്ടുകാരുടെ സപ്പോർട്ട് അന്നേരം അടിപൊളിയായിട്ടുണ്ട്. ഭക്ഷണത്തിന്റെ ഗുണം കൊണ്ട്. അപ്പം യഥാർത്ഥത്തിൽ ആ നാട്ടുകാരുടെ സന്തോഷം, അവർ കൊടുക്കുന്ന ഒരു സപ്പോർട്ട് ഭയങ്കര വലുതാണ്.
ഒരുപാട് ആൾക്കാരാണ് ചായ കുടിക്കാൻ വേണ്ടി മാത്രം. എല്ലാവർക്കും പറയണം ഈ കടയെക്കുറിച്ച് ഒരുപാട് അഭിപ്രായങ്ങൾ എല്ലാവർക്കും പറയാനുണ്ട്. എല്ലാവർക്കും പറയാനുള്ള സന്തോഷമുള്ള അഭിപ്രായം കേട്ടോ. ഒരു മോശം അഭിപ്രായം ഒരു മനുഷ്യനില്ല. ഈ കടയിൽ വന്നവരും കാണുന്നവരും പോകുന്നവരും എല്ലാം നല്ല കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഞങ്ങളുടെ ചായ ഒഴിപ്പുകാരൻ പറയുമ്പോൾ 10-20 വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ചായ ഒഴിപ്പുകാരനാണ്. അതാണ് ഞാൻ ആ ചായയുടെ കാര്യം പറഞ്ഞു. ചായയുടെ കാര്യം ഞാനും പറഞ്ഞു. അടിപൊളി ചായയാണ്. അടിപൊളി ചായ മാത്രമേ ഉള്ളൂ അടിപൊളി. ഇവിടുത്തെ എല്ലാവരും മറ്റു കാര്യങ്ങളൊക്കെ ഫുഡൊക്കെ നല്ല അടിപൊളി ഫുഡാണ്. അപ്പോൾ ഞാൻ രാത്രിയിൽ ഇവിടുത്തെ തിരക്കും കാര്യങ്ങളും കാണിക്കാന്ന് പറഞ്ഞിരുന്നു. ഞാൻ തിരിച്ചു വന്നപ്പം അടിപൊളി തിരക്കാണ് ഇവിടെ. എല്ലാ സാധനങ്ങളും തീർന്നുകൊണ്ടിരിക്കുകയാണ്. 8 മണി ആയിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ സമയം. അപ്പോൾ നാട്ടെ ഇതിന്റെ ഓണർ അന്നേരം കാണാൻ പറ്റിയില്ല. അത് നൗഷാദക്കാണ്. എങ്ങനെയുണ്ട് മൊത്തത്തിൽ ബിസിനസ്? നല്ലൊരു തിരക്കിലാണ് ഇപ്പൊ. പൊറോട്ട അടി നിങ്ങൾ തന്നെയാണോ? അല്ല, ഇവിടെ ഇപ്പൊ ഒരാള് തിരക്കൊണ്ട് അത് ശരിയാ. കണ്ടല്ലോ. അപ്പൊ നൗഷാദക്ക നമ്മുടെ ഇത് കാണുന്ന ആൾക്കാരോട് എന്താണ് പറയാനുള്ളത്? എല്ലാവരും സഹകരിക്കണം. എല്ലാവരും വന്ന് സഹകരിക്കുന്നുണ്ട്. ഇഷ്ടംപോലെ ആളുകൾ അവിടെ നിന്ന് വരുന്നുണ്ട്. വന്ന് പല ആളുകളും സാധനം കിട്ടാതെ തിരിച്ചു പോകുന്നുണ്ട്. അപ്പൊ നിങ്ങൾ സാധനം കൂടണം. അല്ല, പിറ്റേ അവര് ഫോൺ നമ്പർ വിളിച്ച് ബുക്ക് ചെയ്യാണ്. പാർസലൊക്കെ ഉണ്ടാവും. പാർസൽ ഇഷ്ടംപോലെ പാർസലാണ് പോകുന്നത്. അതിന് കല്യാണ ആവശ്യങ്ങൾക്കൊക്കെ എങ്ങനെ ചെയ്ത് കൊടുക്കുന്നുണ്ടോ? അപ്പൊ അതുപോലെ എല്ലേറി ഇപ്പൊ എല്ലാവർക്കും പ്രിയപ്പെട്ടതായി. എല്ല്, താറാവ്. അപ്പൊ ഞങ്ങളെ പോലുള്ള ചാനലുകാരൊക്കെ വന്നിട്ടല്ലേ ഇതിപ്പോ നാട്ടുകാർ മൊത്തം അറിഞ്ഞത്. അപ്പൊ ഞങ്ങൾക്ക് നിങ്ങളൊരു പ്രോത്സാഹനം തരുന്നില്ലല്ലോ? അതാണല്ലോ എന്തോ വേണ്ടത്. എന്തോ വേണ്ടത്. പൊറോട്ട ഇറച്ചി ഞങ്ങൾ കഴിച്ച അടിപൊളി സാധനം. അത് കഴിച്ച് പറഞ്ഞു കഴിഞ്ഞു. നൗഷാദക്ക, അപ്പം ഇത് സമയം ഒന്ന് കൂട്ടണം. 10 മണിയെങ്കിലും ആക്കണം. പറ്റത്തില്ല, നീട്ടാൻ പറ്റത്തില്ല. രാവിലെ എല്ലാവരും വരുന്നില്ല. ഇതെല്ലാം ഒതുക്കിയൊക്കെ വരുമ്പോഴത്തേക്ക് 12 മണിയാവും. കോട്ടെ, ഇത് മാത്രമേ ഉള്ളത് ഇവിടുത്തെ സ്പെഷ്യൽ? വേറെ എന്തൊക്കെയാ ഉള്ളത്? വേറെ താറാവുണ്ട്. പിന്നെ വേറെ മട്ടന്റെ ചാപ്സ് ഉണ്ട്. പിന്നെ നമ്മുടെ വെറൈറ്റി ഐറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഒരുപാട് ഐറ്റം ഉണ്ട്. ഒരുപാട് ഐറ്റം ഉണ്ട്. എക്സ്പീരിയൻസ് എത്ര വർഷമുണ്ട്? ഞങ്ങൾ തുടങ്ങിയിട്ട് 3 വർഷമായി. 3 വർഷമായി. അപ്പം ഞങ്ങൾ എന്തായാലും ഈ വീഡിയോ ജനങ്ങൾക്ക് മുന്നിൽ വെക്കുവാണ്. പിന്നെ ചിക്കൻ്റെ തന്നെ ഐറ്റം കറിയുണ്ട്, പിന്നെ റോസ്റ്റ് ഉണ്ട്, പെപ്പർ ഉണ്ട്, ഫ്രൈ ഉണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ബീഫ് ഉറത്തുണ്ട്. ഒരുപാട് തിരക്കാണ്. അതുകൊണ്ട് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടിപ്പിക്കുന്നില്ല. പരമാവധി ആളുകൾക്ക് ഇത് ഞങ്ങൾ എത്തിച്ചു കൊടുക്കും. എല്ലാവരും ഷെയർ ചെയ്യും. നിങ്ങളുടെ സ്ഥാപനത്തെ വിജയിപ്പിക്കും. അപ്പം നമ്മുടെ ഈ സ്ഥാപനത്തിൻ്റെ തിരക്കും കാര്യങ്ങളൊക്കെ കണ്ടല്ലോ. അത്രയും ശുദ്ധമായ രീതിയിലാണ് ഒരു ഫുഡ് അറേഞ്ച് ചെയ്യുന്നത്, ആളുകൾക്ക് മുന്നിൽ എത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഒരുപാട് ആളുകൾ കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരുപാട് ആളുകൾക്ക് പറയാൻ ഒരുപാട് അഭിപ്രായങ്ങളൊക്കെ നമ്മൾ കേട്ട് കഴിഞ്ഞു. അഴീക്കലേക്ക് പോകുമ്പം ഇടത് സൈഡിലാണ് നൂറ ട്രാവൽസിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സ്ഥാപനം ഉള്ളത്. വളരെ സ്പെഷ്യലായിട്ടുള്ള ഒരു എല്ലുകറിയുടെ വിശേഷമാണ് നിങ്ങൾക്ക് നൽകിയത്. എല്ലാവർക്കും വീഡിയോ കണ്ടിരുന്നത് എല്ലാവർക്കും നന്ദി, നമസ്കാരം.